നമസ്തേ, ഞാൻ ഡോക്ടർ രമാദേവി, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി, നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികളിൽ വരുന്ന മൂത്രക്കടച്ചിൽ കുറിച്ചാണ്. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും മൂത്രക്കടച്ചിൽ അനുഭവപ്പെട്ടാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. കാരണം സ്ത്രീകളിലുള്ള ആ മൂത്രനാളിൻ്റെ അളവ് വളരെ കുറവയാണ്. ഇതിൻ്റെ അളവ് ഒരു 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും, 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ആണുങ്ങളിലെ ഒരു 20 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവും. അതുകൊണ്ട് പുരുഷന്മാരിൽ അധികം മൂത്രക്കടച്ചിൽ വരാൻ സാധ്യത കുറവയാണ്. ഗർഭിണികളിലെ ഈ മൂത്രക്കടച്ചിൽ കുറച്ചുകൂടി കൂടുതൽ പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം ഹോർമോൺസ്, തുടക്കത്തിലുള്ള ഹോർമോൺസ് ആണ്. ചില ഗർഭിണികളിലെ ഛർദി ഉണ്ടാവും. ഈ ഛർദി കൊണ്ട് അവർ അധികം വെള്ളം കുടിക്കൂല, അതുകൊണ്ട് കൂടി മൂത്രക്കടച്ചിൽ വരും. ചില ഗർഭിണികൾക്ക് വയറ്റിന് സുഖമായി പോവില്ല, അതുകൊണ്ട് കൂടി ഓവർലോഡായി പോയിട്ട് മോഷനൊക്കെ അവിടെ നിന്നിട്ട്, മലമൊക്കെ അവിടെ നിന്നിട്ട് അതുകൂടി ഒരു കാരണമാണ് മൂത്രക്കടച്ചിൽ വരാൻ. ചില ഗർഭിണികളിൽ ഷുഗർ ഉണ്ടാവില്ലേ, GDM പറയും. ഈ ഷുഗർ കാരണം കൂടി ഇൻഫെക്ഷൻസ് വരും. ഗർഭം തുടങ്ങിയ മുതൽ തന്നെ നമുക്ക് പ്രതിരോധക ശക്തി കുറഞ്ഞു വരുന്നതാണ്. ഇതുകൊണ്ട് കൂടി ഇൻഫെക്ഷൻസ് വേഗം വരാൻ സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ: നല്ല മൂത്രക്കടച്ചിലുണ്ടാവും, നല്ല വേദനയായിട്ട് മൂത്രം പോവും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും, ദിവസത്തിൽ 20-30 പ്രാവശ്യം കൂടി ഇവർ മൂത്രം ഒഴിക്കും, നല്ല പെയിൻഫുൾ ആയിട്ടുണ്ടാവാം, അർജൻസി, ഇവർ നിൽക്കാൻ പറ്റൂല, പെട്ടെന്ന് ബാത്റൂം എത്താത്തത് മുമ്പ് തന്നെ മൂത്രം പോവും. പിന്നെ പനിയുണ്ടാവും, നല്ല വരച്ചിട്ട് പനിക്കും. ഇൻഫെക്ഷൻ കൂടുതലുണ്ടെങ്കിൽ സമയത്ത് നല്ല മൂത്രം കൂടി ഒരു നല്ല ബീട്രൂട്ട് കളർ മൂത്രം വരും, മൂത്രത്തിൽ രക്തം കൂടി പോകും. ചെറിയ അസുഖങ്ങനല്ലേ, ഇത് ഒന്നും ചെയ്യൂല, മൂത്രക്കടച്ചിൽ എന്താ ചെയ്യും അങ്ങനെ വിചാരിക്കാതെ നിങ്ങൾക്ക് മൂത്രക്കടച്ചിൽ വന്നപ്പോൾ നല്ലോണം വെള്ളം കുടിച്ച് നോക്കുക. ആ വെള്ളം കുടിച്ചുമ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടില്ലെങ്കിൽ, വേദന കൂടുതലായാലോ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വിഷമം കൂടുതലായാൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കുക. ഡോക്ടർ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് മൂത്രത്തിലോ എത്രയാണ് ഇൻഫെക്ഷൻ ഉണ്ട് എന്താണ് അറിയണമെങ്കിൽ ഈ യൂറിൻ റൊട്ടീൻ മൈക്രോ പറയൂലേ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ്. ഈ ടെസ്റ്റ് ലാബ് ടെസ്റ്റാണ്. ഇത് ചെയ്താലേ നമുക്ക് മൂത്രത്തിലോ പൾപ്പ് എത്ര ഉണ്ടോ, രക്തകണങ്ങൾ എത്ര ഉണ്ടോ, പ്രോട്ടീനും ഷുഗർ എന്താണ് കുറേ ഇൻഫർമേഷൻ ഇതിലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പം അതനുസരിച്ചിട്ട് ഡോക്ടർ നിങ്ങൾക്ക് ഗുളിക എഴുതി തരും. റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ പറയും. 6 മാസം ഉള്ളിലോ 2-3 പ്രാവശ്യം മൂത്രക്കടച്ചിൽ വന്നാലേ അതിനാണ് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ പറയുക. ഇത് വരാൻ പാടില്ല. വന്നാലേ നമ്മൾ അത് കൾച്ചർ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്താലേ ഏത് ടൈപ്പ് ഓഫ് എന്ത് അണക്കൽ നമുക്ക് മൂത്രത്തിലോ ഉണ്ടോ, അതിക്ക് ഏത് ഗുളിക നമുക്ക് പറ്റോ അത് അറിയും. അതിന് പറ്റിയിട്ട് ഡോക്ടർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാനാവും. ഒരു അസുഖമുണ്ട്, എസിംറ്റമാറ്റിക് ബാക്ടീരിയൂരിയ പറഞ്ഞിട്ട്. ഇതെന്തറിയാമോ, അവർക്ക് വേദന ഒന്നും ഉണ്ടാവില്ല, വേദന കടച്ചിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ റൊട്ടീൻ ടെസ്റ്റ് നമ്മൾ സാധാ ഗർഭിണിക്ക് ചെയ്യുമ്പോൾ മൂത്രം നോക്കില്ലേ, അങ്ങനെ നോക്കുമ്പോൾ അതിലോ പൾപ്പ് ഉണ്ടാവും, ഇൻഫെക്ഷൻസ് അണക്കലൊക്കെ ഉണ്ടാവും. അത് ഏതോ ദിവസം ബുദ്ധിമുട്ടിക്കും, അതുകൊണ്ട് അതിനു കൂടി ട്രീറ്റ് ചെയ്യണം. ഇത് ചെറിയ അസുഖങ്ങൾ എന്നല്ലേ വിചാരിച്ചിട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാ, ഈ മൂത്രക്കടച്ചിൽ കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ അധികമുണ്ടാവും. എന്താ വെച്ചാൽ ഗർഭം തുടക്കത്തിലോ മൂത്രസഞ്ചിയും ഗർഭപാത്രം പുറകിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ഈസി ആയിട്ട് കയറി പോകുന്നതാണ്. ആ ഇൻഫെക്ഷൻ കയറിപ്പോയിട്ട് ചിലപ്പം എബോർഷൻസ് കൂടി ആവാൻ സാധ്യതയുണ്ട്. പ്രീടേം ഡെലിവറീസ് പറയും. പ്രീടേം ഡെലിവറി പറയാം, മാസം തയ്യാതെ പ്രസവിക്കും. PROM പറയാല് വെള്ളം മുന്നോട്ടേ പൊറ്റിപ്പോവും. ലോ ബർത്ത് വെയിറ്റ് ബേബീസ്, വെയിറ്റ് കുറവ് കുട്ടികൾ ഉണ്ടാവും. IUGR ഇത് പറയാല് ഗ്രോത്ത്, നല്ല വളർച്ച ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുട്ടിക്ക്. അപ്പോൾ ഇങ്ങനെ ആയാലേ നമുക്ക് നല്ല വളർച്ചയുള്ള കുട്ടികൾ ഉണ്ടാവില്ലല്ലോ, പിന്നെ NICU ആവശ്യം വരും. അതൊക്കെ നമുക്കൊരു വിഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂത്രക്കടച്ചിൽ വന്നാൽ വേഗം നോക്കണം, വേഗം ട്രീറ്റ് ചെയ്യണം. മൂത്രക്കടച്ചിൽ ഇതിൻ്റെ കൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ മൂത്രത്തിലോ പൾപ്പ് മാത്രമേ പോവില്ലല്ലോ, അതിൻ്റെ കൂട്ടത്തിലോ ഈ ചെളി പോലെ പോകുമ്പോൾ രക്തകണങ്ങൾ കൂടി പോവും. അതുകൊണ്ട് രക്തം പോയിട്ട് അനീമിക് ആവും, ഗർഭിണികൾ രക്തക്കമ്മി ആയി പോവും. അതുകൂടി ഗർഭത്തിക്ക് നല്ലതില്ല. പിന്നെ ചില സ്റ്റഡീസ് പറയുന്നത് പ്രഷർ കൂടി കൂടുതലായി വരുന്ന ഗർഭസമയത്ത് വരുന്ന പ്രഷർ PIH പറയും. ഈ പ്രഷർ പ്രെഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ പറയൂലേ, അത് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഇത്ര കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് മൂത്രക്കടച്ചിൽ വന്നാൽ വേഗം നോക്കണം, അധികം വേഗം ട്രീറ്റ് ചെയ്യണം. എന്തായാലും ഏതെങ്കിലും ഒരു അസുഖം വന്നാലേ വരുന്ന മേൽക്ക് വരാതെ നോക്കിയാലല്ലേ നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പറയൂലേ, അതുപോലെ തന്നെ വരാതെ നോക്കണം. വരാതെ നോക്കാൻ എന്താ ചെയ്യണം പറയാലേ, നല്ലോണം വെള്ളം കുടിക്കണം. മൂത്രം തെളിഞ്ഞു വരോളം വരെ വെള്ളം കുടിക്കണം. എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണം. എപ്പോഴും മീൻസ് 2-3 മണിക്കൂർ മൂത്രം ഒഴിവാക്കണം. ചില ആൾക്കാർ അവർക്ക് കൺവീനിയൻറ്റ് ഇല്ല, ചില സ്കൂൾ കുട്ടികളായാലും സ്കൂളിലോ ടീച്ചർമാരായാലും ബാത്റൂംസ് സുഖമില്ല, അങ്ങനെ പറഞ്ഞിട്ട് മൂത്രം പോവാതെ പിടിച്ചു നിൽക്കും. അത് നല്ലതില്ല. അതുകൊണ്ട് ഇൻഫെക്ഷൻ അങ്ങനെ അവിടെ തന്നെ നിന്ന് പോകും. നല്ലോണം വെള്ളം കുടിച്ചാൽ, നല്ലോണം മൂത്രം ഒഴിച്ചാൽ അതൊക്കെ ആ അണുക്കളൊക്കെ ഫ്ലഷ് ഔട്ടായി പുറത്തു പോയാൽ സുഖമായിട്ട് ഇൻഫെക്ഷൻ മാറാൻ സാധ്യതയുണ്ട്. ഗർഭിണികളിലെ പ്രതിരോധ ശക്തി കുറയും പറഞ്ഞല്ലോ ഞാൻ. അത് കൂടുതലാക്കാനും നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് നട്ട്സ് നല്ല ആരോഗ്യമുള്ള ആഹാരം കഴിച്ചാൽ പ്രതിരോധക ശക്തി ഇൻഫെക്ഷൻ വരാതെ നോക്കാനാവും. കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ വയറ്റിന് സുഖമായി പോയില്ലെങ്കിൽ കൂടി അങ്ങനെ ഇൻഫെക്ഷൻ വരും പറഞ്ഞല്ലോ. ഡെയിലി നല്ലോണം വെജിറ്റബിൾസ് കഴിച്ചിട്ട് വെള്ളം കൂടുതൽ കുടിച്ചിട്ട് ഡെയിലി മൂത്രം മലം ശരിക്ക് പോകണം. മലം ഡെയിലി പോയാലും കൂടി നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കും. പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ഷുഗർ നല്ലോണം കൺട്രോൾ ഉണ്ടാക്കണം. വെള്ളം ധാരാളം കുടിച്ചിട്ട് മൂത്രം ധാരാളം പോകണം പോലെ നോക്കണം. പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. പെർഫ്യൂംസോ ഡിയോഡറൻസോ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പേഴ്സണൽ പാർട്സ് നല്ല ശുദ്ധമായിട്ട് നോക്കണം. ഈ ചൂടുവെള്ളത്തിലോ കഴുകിയാൽ മതി. ബന്ധപ്പെട്ട ശേഷം കൂടി വെള്ളത്തിലോ കഴുകണം. മലം പോയാലേ പെണ്ണുങ്ങളാണെങ്കിൽ മുന്നോട്ടിന് ബാക്കൊക്കെ കഴുകണം. ബാക്കിന് മുന്നോട്ട് കഴുകാൻ പാടില്ല. ബാക്കിന് മുന്നോട്ട് കഴുകിയാലും ഈ യോനിഭാഗത്തിനുള്ളിലേക്ക് മലം പോയിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. താങ്ക് യു.